ഗൈസ്, ഞങ്ങൾ ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ പടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നത്തെയും പോലെ തന്നെ ഇന്നും അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ അധികം ലേറ്റ് ആവാതെ തന്നെ വി ആർ മാളിലെത്തി. ഇതിൻ്റെ ഉള്ളിലുള്ള PVRലാട്ടോ നമ്മൾ പടം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മിക്ക പടം ഇവിടെ തന്നെയാണ് കാണാറ്. പിന്നെ രാവിലെ സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങും കുറച്ച് ഈസിയായി. അവിടുന്ന് നേരെ ഞങ്ങൾ 3rd ഫ്ലോറിലേക്ക് വിട്ടു. ഭയങ്കര എംപ്റ്റി ആയിരുന്നു, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് മൂവി കാണാനുള്ളവരും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് PVR. പടം തുടങ്ങാൻ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. വേറൊന്നുമല്ല, ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് അവിടെയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ബൈ പഞ്ചാബ് ഗ്രിൽ എന്ന് പറയുന്ന ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അത് എവിടെയും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫുൾ എംപ്റ്റി ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കടകളൊന്നും തുറന്നിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കട കണ്ടുവച്ചിട്ട് ഞങ്ങൾ നേരെ PVRക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ടിക്കറ്റൊക്കെ കാണിച്ച് ഉള്ളിൽ കയറി. ഇൻ്റർവെല്ലിന് എപ്പോൾ നോക്കിയാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആദ്യം തന്നെ ഇത് മേടിച്ചിട്ടാണ് ഉള്ളിൽ കയറാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്തു. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമായതുകൊണ്ട് അധികമൊന്നും മേടിച്ചതുമില്ല കേട്ടോ. ഉള്ളിൽ ഒരുപാട് സ്ക്രീൻസ് ഉണ്ട് കേട്ടോ. അതിൽ സ്ക്രീൻ 2-ലായിരുന്നു നമ്മളുടെ പടം ഗുരുവായൂർ അമ്പല നടയിൽ കാണാനാണ് പോയത്. ഗുരുവായൂർ അമ്പല നടയിൽ. ഗുരുവായൂർ അമ്പല നടയിൽ. കറക്റ്റ് സർ. അങ്ങനെ പടം കഴിഞ്ഞു. കാണാൻ വന്ന എല്ലാവരുടെയും മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും പടം നല്ല ഇഷ്ടമായി. കഴിഞ്ഞിറങ്ങിയപ്പോൾ രാവിലെ കണ്ട പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ, കടകളൊക്കെ തുറന്നിരുന്നു. ഞങ്ങൾ നേരെ രാവിലെ കണ്ട ആ കടയ്ക്ക് പോയി. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണിയും ചോളപ്പൂരിയും മതിയായിരുന്നു. അത് മേടിച്ച് ഞങ്ങൾ 3 ആൾ നല്ല ഹാപ്പിയായി കഴിച്ചു. പിന്നെ അവിടുത്തെ ആംബിയൻസ്, ഞാൻ ആക്ച്വലി വി ആർ മാളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവിടുത്തെ വ്യൂ ഒക്കെ കാണുന്നത് കേട്ടോ. ബിരിയാണിയും ചോളാപ്പൂരിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഡെസേർട്ടിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഞങ്ങളവിടെ ഒരു ബെൽജിയം വഫിൾ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു ന്യൂട്ടെല്ല വഫിൾ ഓർഡർ ചെയ്തു. അന്നത്തെ പ്ലാൻസൊക്കെ കഴിഞ്ഞ് ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് നടന്നപ്പോഴാണ് ഈ കട ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. ഒറീസ ട്രൈബൽ ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കട. പക്ഷെ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും അവിടെ നിന്ന് കുറച്ച് കമ്മലുകളൊക്കെ മേടിച്ചു. അങ്ങനെ വി ആർ മാളിൽ പോയി നല്ലൊരു പടമൊക്കെ കണ്ട് നല്ല കിട്ടുന്ന ലഞ്ചൊക്കെ കഴിച്ച് കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ 3 പേരും ഹാപ്പിയായി തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.